ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇതുവരെ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരുന്നു. ഓക്കെ, സോ ഈ മോഡ്യൂളിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് കൂടി നോക്കാം. അതാണ് എറർ ഹാൻഡ്ലിംഗ്. എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ കോഡ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ, എസ്പെഷ്യലി ഹാർഡ് സിറ്റുവേഷനിൽ സ്മൂത്തായി റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലാത്ത തോന്നുന്നു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസ് എഴുതുമ്പോൾ എല്ലാ എറേഴ്സും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ പറയുന്നത് സിൻടാക്സ് എറർ അല്ല, കോഡ് ബഗ്സും അല്ല ആക്ച്വലി. സോ അവ ഡീബഗിംഗ് മോഡ്യൂളിൽ ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെവലപ്പറിൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത എറേഴ്സാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ യൂസർ ഇൻപുട്ട് എറേഴ്സ്, നമ്പർ എക്സ്പെക്ട് ചെയ്യുന്ന ഫീൽഡിൽ നമ്മൾ യൂസർ ഹായ് പോലുള്ള ടെസ്റ്റ് ഫീൽഡൊക്കെ ടൈപ്പ് ചെയ്യുന്നത് യൂസർ തെറ്റായ ഇൻപുട്ട് നൽകുന്നു. സോ യൂസർ എന്ത് ടൈപ്പ് ചെയ്യുമെന്ന് നമുക്ക് 100% കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ നമുക്ക് നെറ്റ്വർക്ക് എറേഴ്സ് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ സർവർ ഓഫ്ലൈൻ അല്ലെങ്കിൽ API ഡൗൺ ആവും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇഷ്യൂ ഉണ്ടാവും. സോ സർവർ അവൈലബിലിറ്റി നമ്മുടെ കൺട്രോളിലല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇത് സത്യം പറഞ്ഞാൽ ബേസിക്കലി യൂസർ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക് റിലയബിൾ ആണെന്ന് ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കില്ല. സോ എറേഴ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഇമ്പോസിബിൾ ആണ്, നമ്മൾ എഴുതുന്ന ആപ്ലിക്കേഷൻ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ബെസ്റ്റ് സൊല്യൂഷൻ ഫെയിൽ ഗ്രേസ്ഫുള്ളി എന്ന് പറയും. ഫെയിൽ ഗ്രേസ്ഫുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആപ്പ് ക്രാഷ് ആവരുത്, യൂസറിന് അത്യാവശ്യം മോശപ്പെട്ട മെസ്സേജ്, എറർ മെസ്സേജ് ഒന്നും നമ്മൾ കാണിക്കരുത്, ബ്ലാങ്ക് സ്ക്രീൻ കാണിക്കരുത്, ആപ്പ് ക്രാഷ് ആകുമ്പോൾ അതൊന്നും ചെയ്യരുത്. നൈസ് എറർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ലൊരു എറർ മെസ്സേജ് കാണിക്കുക എന്നുള്ളതാണ്. പോസിബിൾ ആണെങ്കിൽ ഒരു ഫോൾ ബാക്ക് ലോജിക്കും കൂടിയും നമ്മൾ എഴുതണം. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു അനദർ പവർഫുൾ കൺട്രോൾ സ്ട്രക്ചറാണ് ട്രൈ ക്യാച്ച്. ഓക്കെ, നമ്മളിവിടുന്ന് ട്രൈ ക്യാച്ച്. സോ ഈ ട്രൈ ക്യാച്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ റിസ്കി കോഡൊക്കെ നമ്മൾ ട്രൈ ബ്ലോക്കിൽ എഴുതും. ഓക്കെ, എറർ വന്നാൽ അത് ക്യാച്ച് ബ്ലോക്കിൽ അത് ഹാൻഡിൽ ചെയ്യും. സോ സിമ്പിൾ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ എഴുതി ഓപ്പൺ ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ കോഡൊക്കെ എഴുതും, എന്നിട്ട് നമ്മൾ ക്യാച്ച് എഴുതും. അതിലൊരു ഒബ്ജക്റ്റ് പാരാമീറ്ററായിട്ട് നമുക്ക് കിട്ടും, അതാണ് എറർ ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്യാച്ച് വന്നു കഴിഞ്ഞാൽ, എറർ വന്നു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ എഴുതാൻ പറ്റും. ആ ലോജിക്ക് നമുക്ക് ഇവിടെ ക്യാച്ച് ബ്ലോക്കിൽ എഴുതാനും പറ്റും. എറർ ഹാൻഡ്ലിംഗ് കോഡ് എന്ന് പറയും. സോ അത് നമുക്ക് അവിടെ യൂസ് ചെയ്യാനും പറ്റും ക്യാച്ച് ബ്ലോക്കിൽ. സോ ട്രൈ ബ്ലോക്ക് ഫെയിൽ ആവുകയാണെങ്കിൽ ആപ്പ് ഇവിടെ ക്രാഷ് ആകാതെ ക്യാച്ച് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത് പവർഫുൾ ആണെന്ന് പറയാന്ന് വെച്ചാൽ യൂസിങ് ട്രൈ ക്യാച്ച് യൂസറിന് ഫ്രണ്ട്ലി മെസ്സേജ് നമുക്ക് ഷോ ചെയ്യാം. പിന്നെ ഫോൾ ബാക്ക് ലോജിക്ക് നമുക്ക് റൺ യൂസ് ചെയ്യാൻ പറ്റും ക്യാച്ച് വഴിയിട്ട്. പിന്നെ ആപ്പ് സ്റ്റേബിളായി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സംടൈംസ് നമ്മുടെ എറേഴ്സ് ഈവൻ യൂസറിന് കാണിക്കേണ്ടതില്ല, നമുക്ക് എന്താ വെച്ചാൽ സൈലൻ്റ്ലി റിക്കവർ ചെയ്തെടുക്കാനും പറ്റും. സോ റിയൽ വേൾഡ് എക്സാമ്പിൾസൊക്കെ നമുക്ക് ലേറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ഈ സർവർ കമ്മ്യൂണിക്കേഷനും API കോഡ്സും അസിങ് കോഡൊക്കെ എല്ലാം വരുമ്പോൾ ട്രൈ ക്യാച്ച് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ബട്ട് ട്രൈ ക്യാച്ച് മസ്റ്റ് നോട്ട് കൺസെപ്റ്റ് ആയിരിക്കും ആക്ച്വലി ആ ടൈമിൽ. ഓക്കെ, സോ അതെന്തായാലും നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ ഈ ട്രൈ ക്യാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എറേഴ്സ് എപ്പോഴും ഞാൻ പറയുന്നു എക്സിസ്റ്റ് ഉണ്ടാവും, സം എറേഴ്സ് അൺഅവോയ്ഡബിൾ ആണ്. നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ദം സ്മാർട്ട്ലി ആണ്. ഓക്കെ, ട്രൈ ക്യാച്ച് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ ആൻഡ് റോബസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ആപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ക്യാച്ച് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ട്രൈ ക്യാച്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഗോ ത്രൂ ചെയ്യാം എന്താണെന്നുള്ളത്, എറർ എങ്ങനെ ത്രോ ചെയ്യാം, എങ്ങനെ നമുക്ക് ട്രൈ ക്യാച്ച് യൂസ് ചെയ്ത് നമുക്ക് കോഡൊക്കെ നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നതൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ലേറ്റർ ഓൺ ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് അലോട്ട്, ബൈ.